ഹായ് മുത്തുമണീസ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർക്കുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു വന്ന ആൾക്കാരാണ്. എന്താ പറഞ്ഞാൽ 90 കിഡ്സ് 80 കിഡ്സ് എന്നെല്ലാം പറയുമ്പോൾ 17 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കണം. അതായത് കല്യാണം കഴിഞ്ഞ് പോയിക്കൊള്ളണം. സ്വന്തം വീട്ടിൽ നിൽക്കുമ്പം ഒത്തിരി കുറ്റപ്പെടുത്തലുകളും ഒത്തിരി പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരും സമൂഹത്തിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന്. അതായത് 17 വയസ്സ് കഴിയുമ്പോൾ തുടങ്ങും ചോദിക്കാൻ, അതെന്താ നിന്റെ കല്യാണം കഴിയാത്ത, നിനക്ക് എന്താ പ്രേമമുണ്ടോ, അല്ല നിനക്ക് ജാതക ദോഷമുണ്ടോ, അതെന്താ നീ കല്യാണം കഴിക്കാത്ത, കോളേജിൽ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ പറയും ഓ അഹങ്കാരി, കോളേജിൽ പഠിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കുറ്റപ്പെടുത്തലുണ്ട്. അത് ആ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വളർന്ന സാഹചര്യം അതാണ് അങ്ങനെ അവർ പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച കുട്ടി, അവൾക്ക് 19ാമത്തെ വയസ്സ് തുടങ്ങുമ്പോൾ തന്നെ കോളേജിൽ, അതായത് ഡിഗ്രിക്ക് കാലെടുത്ത് വെച്ച സമയത്ത് അവളെ കസിൻസിൻ്റെ കല്യാണം കഴിഞ്ഞു, ചേച്ചിമാരുടെ കല്യാണം എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് അവളുടെ കല്യാണമാണ്. അപ്പോൾ വീട്ടുകാർ ഇങ്ങനെ ആലോചന വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവളെ കല്യാണം കഴിപ്പിക്കേണ്ട തീരുമാനം എടുക്കുമല്ലേ. അങ്ങനെ കല്യാണം തീരുമാനിച്ചു. ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി ഇതൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ കല്യാണം കഴിഞ്ഞ് വലത് കാലെടുത്ത് വെക്കുമ്പോൾ ആ പെണ്ണിൻ്റെ മനസ്സിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ടാവും അല്ലേ. ഞാനടക്കമുള്ള എല്ലാ പെൺകുട്ടികളുടെയും കാര്യമെന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ കല്യാണം കഴിയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലും എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് എല്ലാവരും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അവൾക്ക് ചുറ്റുമുള്ളവരൊന്നും അവൾ വിചാരിച്ച പോലത്തെ ആൾക്കാരാവണമെന്നില്ല. അത് കാരണം സ്വന്തം വീട്ടിൽ ആറ്റുനോറ്റ് അച്ഛനും അമ്മയും ആറ്റുനോറ്റ് വളർത്തി, എന്താ ഏച്ചിമാരൊക്കെയും ആങ്ങളെയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം നല്ല സ്നേഹത്തോടെ കൊഞ്ചിച്ച് വളർത്തിയ ആൾക്കാരായിരിക്കാം വേറൊരു വീട്ടിലേക്ക് ഇങ്ങനെ പോയി അടുത്ത അവരെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പരുവത്തിലെത്തുന്നതല്ലേ. സ്വാഭാവികമായിട്ടും അതൊരു പെൺകുട്ടിക്കും താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല. അങ്ങനെ ഇവള് കല്യാണം കഴിഞ്ഞിട്ട് പോയ സമയത്ത് ഒക്കെ മനസ്സിലായി അവളെ ഹസ്ബൻഡിൻ്റെ അമ്മക്കൊരു പ്രത്യേക തരം ആൾക്കാർ, അവളെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള ആൾക്കാർ. ഹസ്ബൻഡിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ സ്നേഹം ഉണ്ടോ എന്ന് വെച്ചാൽ സ്നേഹം ഉണ്ടാവാം, പക്ഷേ എന്നും കുറ്റപ്പെടുത്തലുകൾ മാത്രം. കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഇവള് 19 വയസ്സ് കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവളോട് പറയുന്നത്, നിന്റെ വയസ്സ് 19 അല്ല, എനിക്ക് കുറേ വയസ്സുണ്ട്. അപ്പോൾ ഇവള് പറയും SLC ബുക്കിൽ നിങ്ങൾ നോക്കിക്കോ, SLC ബുക്കിൽ കറക്റ്റ് വയസ്സാണെന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കില്ല. എന്താ അവർ വാശി പിടിച്ചിട്ട് പറയുന്നത് എനിക്ക് അതല്ല വയസ്സ്, എനിക്ക് 25 വയസ്സ് 30 വയസ്സ് അവർ പറയുന്നതാണ്. അപ്പോൾ അവരെന്താണോ പറയുന്നത് അത് ഓക്കെ പറയണം. അവൾ കരഞ്ഞ് പറഞ്ഞാലൊന്നും അവരത് അംഗീകരിക്കില്ല. അങ്ങനത്തെ ഒരു പ്രകൃതിയുള്ള ഒരു അമ്മായി അമ്മയായിരുന്നു. പിന്നെ അവളോട് സ്നേഹം ഉണ്ടോ എന്ന് വെച്ചാൽ സ്നേഹമുണ്ട്, പക്ഷേ അവളെ വീട്ടുകാരെ സ്നേഹിക്കാൻ പാടില്ല. വീട്ടുകാരുടെ മുന്നിൽ ഒത്തിരി അപമാനിക്കലും പരിഹാസവും, അവള് ആ അടിമേനെ പോലെയാണ്. ആ അമ്മായി അമ്മേൻ്റെ അടുത്ത് ശരിക്കും ഒരു അടിമേനെ പോലെ ഒരക്ഷരം പോലും ഇവള് മറുത്ത് പറയില്ല ആ അമ്മായിയമ്മയോട്. എന്താണ് അമ്മായിയമ്മ എന്ത് പറഞ്ഞാലും ഒരുപാട് ജോലി എടുത്ത് തളർന്നിരിക്കും. പക്ഷെ അന്നേരം എന്ന് പറഞ്ഞാൽ 19 വയസ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കറിയാമല്ലേ, നമ്മളെ മക്കളെയൊന്നും നമ്മൾ തിന്ന പാത്രം വരെ കഴിക്കൂല, അത്രയും നമ്മൾ ഇതാക്കിയിട്ടാണ് വളർത്തുക. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. സ്വന്തം വീട്ടിലായാലും അത്യാവശ്യം എല്ലാ ജോലികളും അമ്മ ചെയ്യിപ്പിക്കും, ഏത് മക്കളെ ആയാലും. അത് പണ്ടത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോകുമ്പം എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ പാരൻസിന് മക്കൾ പണിയെടുക്കുന്നതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പഠിക്കുക, അവർ പഠിച്ച് നല്ല അവർ ജോലി സമ്പാദിക്കുക, ഇതാണ് ഇന്നത്തെ അച്ഛനമ്മമാരുടെ അവരുടെ ലക്ഷ്യം. അത് മാത്രമാണ്, മക്കളെ ഒരു ജോലി സംഘടിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ടത്തെ അവർക്കറിയാം അവർ എന്തായാലും ഇങ്ങനെ വേറെ വീട്ടിൽ പോകുമ്പം അടുക്കള പണി ചെയ്യേണ്ടവരാണ്, വേറൊരു ജോലിക്ക് പോകുന്നവരെല്ലാം അഹങ്കാരികളാണ്. അങ്ങനത്തെ ഒരു നിയമമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവള് എന്ന് പറഞ്ഞാൽ എല്ലാ പണിയും വീട്ടിലത്തെ അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വീട്ടിൽ ഒരു പണി എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ ABCD അറിയാത്തവരായിരിക്കാം ഇങ്ങനെ പോയിട്ട് ആ കുടുംബത്തിൽ ഒരു 10-15 ആൾക്കാരുണ്ടെങ്കിൽ അവരെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്വം ഈ പോയി കയറുന്ന പെൺകുട്ടിക്കായിരിക്കും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താ ഒരിക്കലും ഇന്നത്തെ തലമുറക്ക് അങ്ങനെ പറ്റൂല. അവൾ ഒത്തിരി അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ ജീവിച്ചത്. അവർക്ക് ഹസ്ബൻഡിനായാലും അമ്മ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. ഈ ഭാര്യയ്ക്ക് സ്വന്തമായ നിലപാടോ സ്വന്തമായ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയായിരുന്നു അവളുടെ ഭർത്താവിന്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത് എന്ത് വിഷമമുണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ ഒരാളുമില്ല, ഒറ്റപ്പെട്ടൊരവസ്ഥ, വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെയെല്ലാം ഉള്ള ഒരു സിറ്റുവേഷനിലൂടെ ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കടന്ന് ചെല്ലുമ്പോൾ അവളുടെ മനസ്സ് മനസ്സിലാക്കാനോ അവളെ ചേർത്ത് നിർത്താനോ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം.
അപ്പോഴും അവളെ കുറ്റപ്പെടുത്താൻ ഒത്തിരി 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 ആൾക്കാരുണ്ടായി കാണും അല്ലേ. അതിനിടയിൽ അവൾ എന്താ പ്രഗ്നൻ്റ് ആവാത്തതിൻ്റെ പേരിൽ അമ്മായിയമ്മ ഒത്തിരി വഴക്ക് പറയും. എന്താ പ്രഗ്നൻ്റ് ആവാത്തത് മച്ചി ആയതുകൊണ്ടാണ്, പിന്നെ നിനക്ക് കുട്ടികളുണ്ടാവില്ല, വീട്ടിൽ വളർത്തുന്ന വളർത്തു പട്ടികൾക്കും പോലും കുട്ടികളുണ്ടായി, നിനക്കുണ്ടാവില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവളെ മാക്സിമം താഴ്ത്തിക്കെട്ടി എന്നും കണ്ണീര് മാത്രമായിട്ട് ഒതുങ്ങി. പിന്നെ അവൾക്ക് അച്ഛനില്ല. അച്ഛൻ കല്യാണ സമയത്ത് അച്ഛൻ ഉണ്ടെങ്കിലും പിന്നീട് അച്ഛൻ മരിച്ച സമയത്ത് അവളെ അച്ഛൻ്റെ എന്താ സംസ്കാരത്തിന് പോലും നിൽക്കാൻ അനുവദിക്കാത്തൊരു സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള സന്ദർഭത്തിലൂടെയെല്ലാം ഒരു പെൺകുട്ടി കടന്നു വന്ന് അവളെ എന്നും കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും കൊണ്ട് ഒറ്റപ്പെടുത്തി. നിങ്ങൾ ഓർക്കണം, കേവലം 18, 19, 20 വയസ്സിനുള്ള പെൺകുട്ടിയാണ്. അതിനിടയിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ആ പെൺകുട്ടി നേരിടുന്നത്. അപ്പോഴും കുറ്റപ്പെടുത്താൻ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലേ. പിന്നെ ഏതൊരു പെൺകുട്ടിക്കും ഒരു പ്രശ്നം വരുമ്പോൾ വീട്ടുകാരോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നീ അതൊന്നും സഹിച്ച് നിൽക്കണ്ട, നീ തിരിച്ചു വന്ന് നമ്മുടെ കൂടെ ഒന്നുകിൽ ഒരു പഠിച്ച് ജോലി വാങ്ങി കൂടെ നിൽക്ക് എന്ന് പറയാൻ നമുക്കായാലും ആർക്കായാലും സപ്പോർട്ടിന് നമ്മളെ വീട്ടുകാർ വേണം. വീട്ടുകാരിപ്പോൾ ആ കുട്ടിക്ക് വീട്ടുകാരില്ല എന്ന് പറഞ്ഞാൽ വീട്ടുകാരെല്ലാം എല്ലാവരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റൂല. എന്താണെങ്കിൽ അവർക്ക് എല്ലാവരും അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിക്കുന്നവർക്ക് വേറൊരു പെൺകുട്ടി, കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ കാലമാണെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ട് പഠിച്ച് ജോലി വാങ്ങുന്ന പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അന്ന് അതില്ല. അപ്പം എന്ത് സഹിച്ചിട്ട് അവിടെ നിൽക്കുക, എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചിട്ട് അവിടെ നിൽക്കുക. അതാണ് ആ ഒരു കാലഘട്ടത്തിലുള്ള തിയറി. ആ കുട്ടി എല്ലാം സഹിച്ചിട്ട് അവിടെ നിന്നു. കുട്ടി വീട്ടുകാരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. വീട്ടുകാർ വിളിച്ചാൽ പോലും ഈ കുട്ടിക്ക് കൊടുക്കൂല. വീട്ടുകാരുടെ ഒരു കാര്യങ്ങളും അറിയില്ല. ഒരു എന്താ പറയുക, ഒരു അനാഥ ജന്മം പോലെ അവിടെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം പിന്നെ പറയാട്ടാ. ബൈ ബൈ.